നമസ്കാരം. ഇന്ന് ബോയ്സ് ഗാർഡൻ്റെ ഒരു പുതിയ വീഡിയോ ആണ്. നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. എങ്ങനെ ചെറിയ ചട്ടിയിലെ ചെടികൾ വളരെ വലുപ്പത്തിലും നല്ല കാഴ്ചയിലും, കുറച്ച് ക്ഷമ വേണം, എന്നാലും നല്ല വലുപ്പത്തിലും നല്ല ബുഷായിട്ട് പ്രൂൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പലർക്കുമുള്ളൊരു സംശയമാണ് നമ്മളുടെ വീടുകളിലും ചെടികൾ ഇതുപോലെ നിൽക്കുമോ എന്ന്. ഇതും പ്രൂണിങ് ചെയ്യാനായിട്ടുണ്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചട്ടി, പ്രൂൺ ചെയ്ത ചട്ടിയും പ്രൂണിങ് ചെയ്യാനുള്ള ചട്ടിയും എന്തുകൊണ്ടാണ് പ്രൂണിങ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോ ഉള്ളത്. ഓക്കെ, ഈ ചെടി തന്നെയാണ് നമ്മൾ വലുതായിട്ട് ഇതുപോലെ ആയിട്ടുള്ളത്, ഈ വലുപ്പത്തിലുള്ള ചെടിയായിട്ടുള്ളത്. ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പ്രൂണിങ്ങിൻ്റെ ഒരു ആവശ്യകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത് ഈ ഒറ്റ സ്റ്റെമ്പായിട്ട് പോയിട്ടുള്ള ഈ ചെടിയെ നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്യാൻ നേരത്ത് ഇതിനെ രണ്ട് സൈഡിൽ നിന്നും ചിലപ്പോൾ 2, 3, 4 ബ്രാഞ്ചസ് വരും. അതാണ് ഇത് കണ്ടോ, ഒരെണ്ണം കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ബ്രാഞ്ചസ് വന്നത്. ഇതിനെ വീണ്ടും കട്ട് ചെയ്താൽ വീണ്ടും ബ്രാഞ്ചസ് വരും. ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും സൈഡിൽ കൂടെ ബ്രാഞ്ചസ് വരും. ഇതൊക്കെ പ്രൂൺ ചെയ്യേണ്ട ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെടി ബുഷാക്കി മാറ്റാൻ പറ്റും. ഇങ്ങനെ വേണം കട്ട് ചെയ്യാൻ. ഇതിപ്പോൾ ഒരെണ്ണത്തിനെ കട്ട് ചെയ്തിട്ട് 3, 4 ആക്കി, 2 ആക്കി, 6 എണ്ണമായി, ഇത് 2 ആയി. അതുപോലെ ഒരു ചെയ്തിട്ടുള്ളൊരു ചെടിയാണിത്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇതിനെ പ്രൂൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല ബുഷായിട്ട് ഈ ചെടി മൊത്തം, ചട്ടി മൊത്തം കവർ ചെയ്തിട്ട് വരണമെന്നുണ്ടെങ്കിൽ പ്രൂൺ ചെയ്യണം. നമുക്ക് ഈ ചട്ടിയുടെ ഈ ലെവലിൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈഡിൽ കൂടെയും ഒക്കെ കൂടുതൽ ബ്രാഞ്ചസ് വന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും ആവും, നല്ല ഫ്ലവറും വരും. അത് നമുക്ക് ചെയ്തു തുടങ്ങാം. ഇതൊരു മുള്ളില്ലാത്ത യൂഫോർബിയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇത് ഒറ്റ ദിവസത്തെ പരിശ്രമമല്ല, ഒരു വർഷത്തെ കൂടുതൽ നീണ്ട പരിശ്രമം കൊണ്ട് ആക്കിയെടുക്കുന്ന ചെടികളാണ് ഇതൊക്കെ. ഇപ്പോൾ ഒരു കൊമ്പ് പോലും പ്രൂൺ ചെയ്യാത്തില്ല. ഇനി നമുക്ക് ഇതിലെ കുറച്ച് മണ്ണ് മാറ്റിയതിന് ശേഷം കുറച്ച് വളം ഇട്ട് കൊടുത്തിട്ട് ഇവനെ ഒന്ന് ബുഷാക്കി എടുക്കാം. കുറച്ച് വളം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ വരും. ഈ പ്രൂൺ ചെയ്ത ഈ ദിവസം തന്നെ ഇതിനെ ഒരിക്കലും വെയിലത്തേക്ക് ഡയറക്റ്റായിട്ട് വയ്ക്കരുത്. സൺലൈറ്റിൻ്റെ ഒരു മരത്തിൻ്റെ ചുവട്ടിലോ, സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കാത്ത ഒരു മരത്തിൻ്റെ ചുവട്ടിലോ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഇങ്ങനെ വയ്ക്കുക. അതിന് ശേഷം മാത്രമേ വെയിലത്തേക്ക് വയ്ക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു യൂഫോർബിയ പ്രൂൺ ചെയ്ത് കഴിഞ്ഞ് ബുഷാക്കിയിട്ടുള്ളൊരു ചെടിയാണിത്. ഇത് നമ്മൾ 2 വർഷം കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഷേപ്പ് ചെയ്ത് ഈ ലെവലിലായിട്ടുണ്ട്. ഇനിയും ഇവനെ വീണ്ടും പ്രൂൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ബുഷാക്കി എടുക്കാം. കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഹൈറ്റിനനുസരിച്ച് ഈ ലെവലിൽ വെച്ച് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും പ്രൂൺ ചെയ്തിട്ട് നമുക്ക് ചെടികൾ ബുഷാക്കി എടുക്കാം. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളാണ് ഞങ്ങൾക്ക് ഇനിയും നല്ല നല്ല വീഡിയോസ് ഇടാനുള്ള പ്രചോദനം തരുന്നത്. ഏതെല്ലാം വിഷയങ്ങളെക്കുറിച്ചാണ് പുതിയ വീഡിയോസ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ വീഡിയോസ് ഷെയർ ചെയ്യാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്.